Hello students, I am Vaslia, your sociology faculty. This is Iwood campus. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NOSലെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 19 സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സോഷ്യലൈസേഷൻ അഥവാ സാമൂഹിക വൽക്കരണത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ സോഷ്യലൈസേഷൻ എന്താണ് നമുക്ക് നോക്കാം. സോഷ്യലൈസേഷൻ അഥവാ സാമൂഹിക വൽക്കരണം എന്താണ്? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാല് ലോകത്ത് ഒരു ശിശു ജനിക്കുന്ന എങ്ങനെയാണ്? ജൈവ വസ്തുവായിട്ട് അല്ലെങ്കിൽ ജൈവിക വസ്തുവായിട്ടാണ് ഒരു കുട്ടി നമ്മുടെ ഭൂമിയിലേക്ക് ജനിക്കുന്നതെന്നും പിന്നീട് ആ ശിശു പതുക്കെ സാമൂഹിക ജീവിയായിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ പോലെയൊക്കെ വാർത്തെടുക്കുകയാണ്. വ്യക്തികൾ അവരുടെ സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ പഠിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു കുട്ടി, ഒരു ശിശു എന്തായി മാറുന്നത്? ഒരു സാമൂഹിക ജീവിയായി മാറുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടപഴകുന്നതിലൂടെ കുടുംബത്തിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന്റെ ഫലമായിട്ട്, ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഒരു കുട്ടി എന്തായി മാറുന്നുണ്ട്? ഒരു സാമൂഹിക ജീവിയായിട്ട് മാറുന്നു. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, പെരുമാറ്റം, സാമൂഹിക കഴിവുകൾ എന്നിവ രൂപപ്പെടുത്തുന്നതിലും എന്തിനു വലിയ പങ്കുണ്ട്? സാമൂഹിക വൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ എന്തുണ്ട്? തീർച്ചയായിട്ടും ഒരു പങ്കുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെ, നമ്മൾ അടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെ രൂപപ്പെടുത്തുന്നതിലും ആ വ്യക്തിയുടെ പെരുമാറ്റ ശൈലി രൂപപ്പെടുത്തുന്നതിലൊക്കെ എന്തിനു വലിയ പങ്കുണ്ട്? സാമൂഹിക വൽക്കരണത്തിന് വലിയ പങ്കുണ്ട്. അപ്പൊ അതാണ് സാമൂഹിക വൽക്കരണം. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ശിശുവായിട്ടാണ്, പിന്നീട് സമൂഹവുമായി ഇടങ്ങി അല്ലെ ഇടപഴകുന്നതിന്റെ ഫലമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിയിൽ എന്തുണ്ടാവുന്നത്? സാമൂഹിക വൽക്കരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നതും അതിലൂടെയാണ് ഓരോ വ്യക്തികളും സമൂഹത്തിൽ അവരുടെ വ്യക്തിത്വം, പെരുമാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നാണ് ഈ ഒരു സാമൂഹിക വൽക്കരണം എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലായി. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് എൻകൾച്ചുറേഷൻ എന്ന് പറയും. എൻകൾച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തലമുറയുടെ സാംസ്കാരിക വശങ്ങളും രീതികളും അടുത്ത തലമുറ പഠിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? എൻകൾച്ചുറേഷൻ എന്ന് പറയുന്നത്. ഒരു തലമുറയുടെ സാംസ്കാരികപരമായിട്ടുള്ള വശങ്ങള്, അതുപോലെ തന്നെ എന്താണ് അല്ലെ രീതികളൊക്കെ അടുത്ത തലമുറ പഠിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ അച്ഛനമ്മമാരുടെ തലമുറയിൽപ്പെട്ട പലതരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻകൾച്ചുറേഷൻ എന്ന് പറയാം. ഇതുവഴി പുതുരീതികൾ തലമുറകൾ തോറും കൈമാറ്റം ചെയ്യപ്പെടുകയും സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കൊപ്പം തന്നെ സാംസ്കാരിക വശങ്ങൾ പിന്തുടരുകയും അതോടൊപ്പം അവ നിലനിർത്തുകയും എൻകൾച്ചുറേഷൻ സഹായിക്കുന്നു. ഇപ്പൊ എൻകൾച്ചുറേഷന്റെ ഫലമായിട്ടാണ് സംസ്കാരം നിലനിർത്താനും അത് പിന്തുടരാനൊക്കെ എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയെ സഹായിക്കുന്നത്. പിന്നെന്താണ്? സാമൂഹികവൽക്കരണം പൂർണ്ണതയിൽ എത്താൻ എന്ത്? എൻകൾച്ചുറേഷൻ ആണ് അല്ലെ. എൻകൾച്ചുറേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് അവിടെ കൃത്യമായ രീതിയിൽ നടക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? സാമൂഹികവൽക്കരണം ഉണ്ടാകുന്നത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പൊ എൻകൾച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തലമുറയിൽപ്പെട്ട സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ, മാനദണ്ഡങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത തലമുറ പഠിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻകൾച്ചുറേഷൻ എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇപ്പൊ നമ്മൾ സോഷ്യലൈസേഷൻ എന്താ നോക്കി, എൻകൾച്ചുറേഷൻ നോക്കി. ഇനി സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേജുകൾ നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് എത്ര സ്റ്റേജ് ഉണ്ട്? 4 സ്റ്റേജ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഇൻഫന്റ് സോഷ്യലൈസേഷൻ അഥവാ ശൈശവ സാമൂഹികവൽക്കരണം. രണ്ടാമത്തെ എന്താണ്? ചൈൽഡ് സോഷ്യലൈസേഷൻ, ബാല്യ സാമൂഹികവൽക്കരണം. മൂന്നാമത്തത് അഡോളസെന്റ് സോഷ്യലൈസേഷൻ, കൗമാര സാമൂഹികവൽക്കരണം എന്നും ലാസ്റ്റത്തെ അഡൽട്ട് സോഷ്യലൈസേഷൻ അഥവാ യൗവന സാമൂഹികവൽക്കരണം. ഫസ്റ്റത്തെ ഇൻഫന്റ് സോഷ്യലൈസേഷൻ എന്താവും നോക്കാം. ശൈശവ ഘട്ടത്തിൽ ഒരു ശിശു അത് ജീവിക്കുന്ന സാംസ്കാരികപരമായിട്ട് ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന
കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇടവൈകുന്നു. അപ്പൊ ഒരു കുട്ടി ജനിച്ച സമയത്ത് ആ കുട്ടി ഒരു ഫാമിലി, ഒരു കുടുംബത്തിലാവുമ്പോ ആ ഒരു കുടുംബത്തിലുള്ള പല കാര്യങ്ങളും ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചെടുക്കുന്നു. അപ്പൊ അത് ജനിക്കുന്ന ആ ഒരു സാഹചര്യവുമായി ഇടവൈകുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻഫന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയാം. ശിശുക്കൾക്ക് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. നമുക്കറിയുന്ന കാര്യം തന്നെ. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയോ? ഇല്ല. ആ കുട്ടി എന്തില്ല, ആ കുട്ടി അമ്മയെ ആശ്രയിക്കൂലേ, അമ്മ ആയിരിക്കും ആ കുട്ടിക്ക് എല്ലാതും ചെയ്തു കൊടുക്കുന്ന, അച്ഛന്, കുട്ടിയുടെ അല്ലെ മറ്റു ബന്ധത്തിൽപ്പെട്ട ആളുകളെല്ലാം. ഇതാണ് എന്ത്, ഇൻഫന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുകയും ആ ഒരു ജനിക്കുന്ന സാഹചര്യവുമായി ആളുകളോടുള്ള ഇടവൈകുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്, ശൈശവ സാമൂഹികവൽക്കരണ കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടമാണ് ചൈൽഡ് സോഷ്യലൈസേഷൻ അഥവാ ബാല്യ സാമൂഹികവൽക്കരണം. 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്ത്, ബാല്യ സാമൂഹികവൽക്കരണത്തിന്റെ കാലഘട്ടം. എത്ര വയസ്സാണ്? 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് എന്ത്, ബാല്യ സാമൂഹികവൽക്കരണത്തിന്റെ കാലഘട്ടം. പിന്നെന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അയൽപക്കങ്ങളുമായി ഇടപഴകുന്നുണ്ട്, നമ്മൾ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്ന ഒരു കാലം അല്ലെ. കുറച്ചും കൂടി ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത്, അയൽപക്കങ്ങളുമായിട്ടും സുഹൃത്തുക്കളൊക്കെ അവരുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും. പിന്നെന്താണ്, സ്കൂളുകൾ പോവുക, അധ്യാപകരിൽ നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഏത്, ഈ ഒരു ബാല്യ സാമൂഹികവൽക്കരണ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ചൈൽഡ് സോഷ്യലൈസേഷന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വണ്ണാണ് അഡോളസെന്റ് സോഷ്യലൈസേഷൻ. അപ്പൊ നമ്മൾ ബാല്യം നോക്കി, പിന്നെ അല്ലെ ഏതൊക്കെ നോക്കിയ, ശൈശവ കാലഘട്ടം നോക്കി, ബാല്യം നോക്കി, പിന്നെ ഇനി കൗമാര കാലഘട്ടം. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു കൗമാര സാമൂഹികവൽക്കരണത്തിന്റെ കാലഘട്ടം എന്നും കുട്ടിയിൽ നിന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവുന്ന കാലഘട്ടമാണെന്നും പിരിമുറുക്കത്തിന്റെ കാലഘട്ടം, അതുപോലെ തന്നെ ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ കുട്ടി സമപ്രായത്തിൽപ്പെട്ട ആളുകളുമായിട്ട് വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാകുമെന്നും ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു 3ാമത്തെ കാലഘട്ടമാണ് ഏത്, ഈ ഒരു കൗമാര കാലഘട്ടം അല്ലെ. നമ്മൾക്ക് അറിയുന്ന ഒരു നമ്മളൊക്കെ ഈ ഒരു കാലത്ത് കൂടി ഇടപഴകിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന, കുട്ടിയിൽ ഉണ്ടാവുന്ന മനോഭാവത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം, പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള്, സുഹൃത്തുക്കളോടുണ്ടാവുന്ന അമിതമായിട്ടുള്ള സ്നേഹം അല്ലെ, അത്തരത്തിലുള്ള ആ ഒരു പിരിമുറുക്കം, മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം എല്ലാം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു കൗമാര സാമൂഹികവൽക്കരണ കാലഘട്ടം. അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അടുത്ത കാലഘട്ടം ഏതാണ്, യൗവന സാമൂഹികവൽക്കരണ കാലഘട്ടം അഥവാ അഡൽട്ട് സോഷ്യലൈസേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടി പക്വത നമുക്ക് ഉണ്ടായിരിക്കും. നമുക്കൊരു ഏജ് വേണം അല്ലെ, നമുക്കൊരു കൂട്ട് വേണം അല്ലെ, വിവാഹത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു ജോലി വേണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഏത്, ഈ ഒരു യൗവന സാമൂഹികവൽക്കരണ കാലഘട്ടം. ഈ യൗവന സാമൂഹികവൽക്കരണ കാലഘട്ടത്തിൽ ഒരു വ്യക്തി പുതിയ റോളുകൾ ഉണ്ടായിരിക്കും, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ എന്നിവയെല്ലാം രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഏത് എന്ന് പറയുന്നത്, യൗവന സാമൂഹികവൽക്കരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതാണ് സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള 4 പ്രധാനപ്പെട്ട കാലഘട്ടം. അതിൽ ഒന്നാമത്തെ ഇൻഫന്റ് സോഷ്യലൈസേഷൻ, രണ്ടാമത്തെ എന്താണ്, ചൈൽഡ് സോഷ്യലൈസേഷൻ, മൂന്നാമത്തത് അഡോളസെന്റ് സോഷ്യലൈസേഷൻ, നാലാമത്തതാണ് എന്ത്, അഡൽട്ട് സോഷ്യലൈസേഷൻ. അപ്പൊ നമ്മൾ സോഷ്യലൈസേഷൻ എന്താ നോക്കി, എൻകൾച്ചുറേഷൻ നോക്കി, സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേജുകൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്ന വേരിയസ് ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഏജൻസികൾ നോക്കാം. പ്രധാനമായിട്ടും ഒരു 7ഓളം ഏജൻസികൾ ഇവിടെ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ഏത്, ഫാമിലി അഥവാ കുടുംബം. കുടുംബത്തിന്റെ പങ്ക്, അതായത് കുടുംബത്തിന്റെ പങ്ക് എന്താ, സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സിൽ കുടുംബത്തിന്റെ പങ്ക് എന്താ നമുക്ക് നോക്കാം. കുടുംബം സാമൂഹികവൽക്കരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്,
കുടുംബം എന്ന് പറയുന്നത്. സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ കുടുംബത്തിന് എന്തുണ്ട്, വലിയൊരു പ്രാധാന്യമുണ്ടെന്നും കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹികവൽക്കരണ പ്രക്രിയ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്ന എന്നും അമ്മയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കിയാൽ ആ കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന് ആദ്യത്തെ പ്രതിനിധി. അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ അവരുടെ ഗണത്തിന്റെ സംസ്കാരങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നും കുട്ടിയെ നയിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിൽ നിന്നാണ് കുടുംബത്തിൽ. നമ്മൾ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്നുണ്ട് എന്നും കുടുംബം കുട്ടിയെ സാമൂഹിക ജീവിയാക്കി മാറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന്റെ ഫസ്റ്റത്തെ ഏജൻസി ഏതാണ്, കുടുംബമാണ്. കുടുംബത്തിന് തീർച്ചയായിട്ടും എന്തുണ്ട്, ഒരു വലിയ പങ്കുണ്ട്. രണ്ടാമത്തെ ഒരു ഏജൻസിയാണ് ഇത് സമപ്രായക്കാർ അഥവാ പിയർ ഗ്രൂപ്പ്സ്. നമ്മുടെ ആ ഒരു സെയിം ഏജിൽപ്പെട്ട ആളുകളൊക്കെ സ്കൂളുകൾ, കളിത്തളങ്ങൾ, തെരുവുകളിൽ ഒക്കെ ഒപ്പമുള്ള കൂട്ടുകാരാണ് ഏതെന്ന് പറയുന്ന ഈ സമപ്രായക്കാർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതെന്നും ഒരു വ്യക്തിയെ സാമൂഹികവൽക്കരിക്കപ്പെടുന്നതിൽ സമപ്രായക്കാർക്ക് എന്തുണ്ട്, തീർച്ചയായിട്ടും ഒരു സ്വാധീനമുണ്ട്. ഇപ്പൊ നമ്മളെ സുഹൃത്ത് ബന്ധുക്കൾ നമ്മൾ സാമൂഹികവൽക്കരണം എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതിൽ അവരുടെ ഒരു തീർച്ചയായിട്ടും ഒരു പങ്കുണ്ടായിരിക്കും. മുതിർന്നവരിൽ നിന്ന് പഠിക്കുന്നതിലേറെ നമ്മൾ സമപ്രായക്കാരുമായി ഇടപഴകുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചെടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ഏജൻസിയാണ് ഏത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പൊ കുടുംബം, സമപ്രായക്കാരൊക്കെ നമ്മൾ നോക്കി. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഥവാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രാധാന്യം എന്താ, സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് പങ്കുണ്ടോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് അതിലൂടെ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. സാമൂഹികവൽക്കരണത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഏത്, ഈ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും അധ്യാപകരിൽ നിന്നാണ് കുട്ടി ആർജിച്ചെടുക്കുന്ന ആശയങ്ങൾ സാമൂഹ്യവൽക്കരണത്തിന് കാരണമാകുന്നു. ഇപ്പൊ നമ്മുടെ അധ്യാപകർ, നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പഠിച്ചെടുക്കുന്ന കാര്യം എന്തിലേക്ക് ഇടയാക്കുന്നു, സാമൂഹികവൽക്കരണം. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിലേക്ക് ഇടയാക്കുന്നു എന്നും കുട്ടികളിൽ നിയമങ്ങള്, മാനദണ്ഡങ്ങളൊക്കെ എങ്ങനെ അനുസരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നതിലും എന്തിന് വലിയ പങ്കുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ പങ്കുണ്ട്. അപ്പൊ നമ്മൾ ഒരു വീട്ടിലും സമപ്രായക്കാരുമായൊക്കെ ഇടപഴകി നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ എപ്പോ ഫുഡ് കഴിക്കണം, എപ്പോഴാണ് സ്കൂളിലേക്ക് വരേണ്ടത്, സ്കൂളിൽ നിന്ന് ഇന്ന സമയത്ത് വിട്ടു പോകണം, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് ഏത്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റുള്ള കുട്ടികളോട് എങ്ങനെ ഇടപഴകണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും സോഷ്യലൈസേഷന്റെ 3 പ്രധാനപ്പെട്ട ഏജൻസികൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ, ഫാമിലി പറഞ്ഞു, പിന്നെ നമ്മൾ പിയർ ഗ്രൂപ്പ്സ് പറഞ്ഞു, പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണ ഏതാണ്, ബഹുജന മാധ്യമങ്ങൾ അഥവാ ആശയവിനിമയത്തെ കുറിച്ച് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ പങ്ക് നമുക്ക് നോക്കാം. ദിനപത്രങ്ങൾ, ആനുകാലികങ്ങൾ, പാഠപുസ്തകങ്ങൾ, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവയിൽ നിന്നൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ ഫലമായിട്ട് അത് സാമൂഹികവൽക്കരണത്തിലേക്ക് ഇടയാക്കും. നമ്മൾ പത്രം വായിക്കുന്നതിലൂടെ, റേഡിയോയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ, മറ്റു സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കിട്ടുന്ന നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ എന്തിലേക്ക് ഇടയാക്കുന്നു, നമ്മളിൽ ഒരു സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നടക്കുന്ന ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നൊക്കെ എന്തിന്റെ ഫലമായിട്ടാണ്, സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടാണ്. മാധ്യമങ്ങൾക്കും അവയിലൂടെ ആർജിച്ചെടുക്കുന്ന വിവരങ്ങൾക്കും ഈ ഒരു ആധുനിക സമൂഹത്തിൽ എന്തുണ്ട്, വലിയൊരു പങ്കുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിൽ എന്തിന് വലിയ പങ്കുണ്ട്, ഈ ഒരു മാസ് മീഡിയക്ക് തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട്. നെക്സ്റ്റ് ആണ് റിലീജിയൻ അഥവാ മതം. നമ്മുടെ മതം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നതിൽ മതത്തിന് എന്തുണ്ട്, തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട്. സാമൂഹികവൽക്കരണ പ്രക്രിയയിൽ മതത്തിന് എന്തുണ്ട്, തീർച്ചയായിട്ടും വലിയ പങ്കുണ്ടെന്നും മതം ഓരോ വ്യക്തിയിലും ഭയം സൃഷ്ടിക്കുന്നു. ഇപ്പൊ നമ്മുടെ മതം പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇത് ചെയ്താൽ തെറ്റാണ്, നമ്മുടെ മതം പറയുന്നത് ഈ കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരികയും അതിലൂടെ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയാക്കുന്നു എന്നും
ഈ ഒരു ഭയം ആ വ്യക്തിയിൽ ഒരു സവിശേഷ രീതിയിൽ പെരുമാറണം. അപ്പൊ ഓരോ മതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു, നമ്മൾ എങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ പെരുമാറണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിലും എന്തിന് വലിയ പങ്കുണ്ട്? മതത്തിന് വലിയ പങ്കുണ്ട്. ഇതൊക്കെയാണ് എന്ത് സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിൽ ഏജൻസികളാണ്. ഏതൊക്കെ? ഈ ഒരു ബഹുജന മാധ്യമങ്ങൾ, അല്ലെ, ആശയവിനിമയം, മാസ് മീഡിയ, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ളതും മതം ഒക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഏത്? നിയമം. നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന നിയമങ്ങൾ, ലോ. ആധുനിക സമൂഹത്തിൽ സാമൂഹിക വൽക്കരണത്തിന് വലിയ പങ്കുണ്ടെന്നും നിയമങ്ങൾ അനുസരിക്കൽ ഏത് വ്യക്തിയുടെ കടമയാണെന്നും ഇതൊരു വ്യക്തിയിൽ സാമൂഹ്യവൽക്കരണത്തിലേക്ക് ഇടയാക്കുന്നു. ഇപ്പൊ നമ്മൾ സൊസൈറ്റിയിൽ ഓരോ നിയമങ്ങൾ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഒരുപാട് നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ റൈറ്റ്സുകളായാലും നമ്മുടെ ജസ്റ്റിസിലെ നമ്മുടെ അവകാശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തിലേക്ക് ഇടയാക്കുന്നു? ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കലും അതിനനുസരിച്ച് പെരുമാറലും ഇടപഴകലൊക്കെ എന്തിലേക്ക് ഇടയാക്കുന്നു? ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹികവൽക്കരണം എന്ന് പറഞ്ഞ ആ പ്രക്രിയ ആ ഒരു പ്രക്രിയ പ്രൊവൈഡ് ചെയ്യുന്നതിലേക്ക്, ആ പ്രക്രിയ ഉണ്ടാവുന്നതിലേക്കും ഇടയാക്കുന്നു. അപ്പൊ നിയമത്തിന് എന്തുണ്ട്? ഒരു വലിയ പങ്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഇത് കീഴ്വഴക്കങ്ങൾ. ലാസ്റ്റ് ഒരു ഏജൻസിയാണ് കേട്ടോ കീഴ്വഴക്കങ്ങൾ. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ദീർഘകാലമായി നിലനിന്ന് പോകുന്ന പലതരത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ ഫലമായി നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്ന് പോകുന്ന അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്? ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയിൽ എന്ത് കൊണ്ടുവരുന്നതിലേക്ക്? സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്നു. അപ്പൊ ദീർഘകാലമായി സമൂഹത്തിൽ നിലനിന്ന് വരുന്ന ഒന്നാണ് എന്ത്? കീഴ്വഴക്കങ്ങൾ എന്നും അത്തരം കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നത് മറ്റുള്ളവരുടെ കേടിലേക്ക് ഇടയാക്കുന്നു എന്നും കുടുംബം പ്രതിസന്ധിയിലേക്ക് ഇടയാക്കും എന്നൊക്കെ നമ്മളിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കുന്നു. അപ്പൊ അതിലൂടെ സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരുന്നുണ്ട്? സാമൂഹികവൽക്കരണം ഉണ്ടാവുന്നു. നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ പിന്തുടർന്ന പലതരത്തിൽ കീഴ്വഴക്കങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ സൊസൈറ്റിയിൽ നമ്മളിങ്ങനെ പിന്തുടരുന്ന എന്താണല്ലേ, അതൊക്കെ സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യലൈസേഷൻ അഥവാ സാമൂഹികവൽക്കരണത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഏജൻസികൾ. ഒന്നാമത്തെ കുടുംബം, രണ്ടാമത്തെ പിയർ ഗ്രൂപ്പ്സ്, നെക്സ്റ്റ് വണ്ണായിരുന്നു ഏത്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ബഹുജന മാധ്യമങ്ങൾ, ആശയവിനിമയങ്ങൾ, മതം, നിയമം, കീഴ്വഴക്കങ്ങൾ. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട എന്ത് സാമൂഹികവൽക്കരണത്തിന്റെ ഏജൻസികളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് റോൾ ഇൻ ദ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്നതിൽ, വികസിപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ NSന്റെ പല ബാച്ചിലായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ എന്തിനു വലിയ പങ്കുണ്ട്? സോഷ്യലൈസേഷൻ എന്തുണ്ട്? തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട് എന്നും അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മളിൽ ഉണ്ടാവുന്ന സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മളിൽ എന്ത് കൊണ്ടുവരുന്നുണ്ട്? മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആ മാറ്റം നമ്മൾ ആ മാറ്റത്തിന് വിധേയമായി അല്ലെ ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളിൽ എന്തുണ്ടാവൂ? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ കൃത്യമായ രീതിയിൽ അബ്സോർവ് ചെയ്യാതെ, അത് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് നമ്മളിൽ നടക്കില്ല? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നമ്മളിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ഈ സാമൂഹ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു എന്നും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുകയും അതില് വിവാഹമോചനങ്ങൾ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിലേക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. ഒരു വ്യക്തി സമൂഹവുമായി ഇടപഴകുന്നതിലൂടെ ആ വ്യക്തിയിൽ എന്തുണ്ടാവുന്നുണ്ട്? സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നു. അപ്പൊ സാമൂഹികവൽക്കരണം എന്ന് പറഞ്ഞ പ്രോസസ്സ് കൃത്യമായ രീതിയിൽ നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ, ഓരോ ഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സോഷ്യലൈസേഷൻ നമ്മളിൽ കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ. അതിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മളിൽ ഉണ്ടാവുകയില്ല.
അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ എന്തിന് വലിയ പങ്കുണ്ട്? സോഷ്യലൈസേഷന് വലിയ പങ്കുണ്ട് എന്നാണ് ഇതിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി വളരെ സിമ്പിൾ ആണ്. ഇതോടുകൂടി നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? സോഷ്യലൈസേഷൻ എന്താന്ന് പഠിച്ചു, എൻകൾച്ചുറേഷൻ പഠിച്ചു, സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേജുകൾ പഠിച്ചു, സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിൽ ഏജൻസികൾ പഠിച്ചു. പിന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ സോഷ്യലൈസേഷന്റെ പങ്ക് എന്താന്നും പഠിച്ചു. ഇത്തരം കാര്യങ്ങളുള്ള നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനാണ്. അപ്പൊ ചാപ്റ്റർ എന്താ നമ്മൾ പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിന്റെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. പക്ഷെ ഈ ചാപ്റ്ററിന് ഇപ്പൊ 1 വേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ പൊതുവെ കുറവാണ് അല്ലെ. നമുക്ക് ഫസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സുകളിൽ നിന്നായിരിക്കും 1 വേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കാം. ഈ ചാപ്റ്ററുകളിൽ നിന്നൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. എന്നിരുന്നാലും നമുക്കൊരു 3 ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ. ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ് സൊസൈറ്റിയിൽ കൊണ്ടുവരുന്നത്? സോഷ്യൽ ഓർഡർ, സമൂഹത്തിൽ നല്ലൊരു ക്രമം കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്നു എന്നും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷിംഗ് ഡാഷ് ഐഡന്റിറ്റി. ഈ സോഷ്യലൈസേഷന്റെ ഫലമായി എന്ത് തരത്തിൽ ഐഡന്റിറ്റിയാണ് സൊസൈറ്റിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കിയാൽ ആ വ്യക്തിയിൽ വികസിപ്പിക്കുന്നതിലേക്ക് ഇടയാക്കുന്നത്? ഗ്രൂപ്പ് ആണോ, സെൽഫ് ആണോ, കമ്മ്യൂണിറ്റി, സോഷ്യൽ ആണോ അല്ലെ? ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കണം, ആ വ്യക്തിയിൽ സെൽഫ് ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലേക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലേക്കും ഇടയാക്കുന്നു എന്നും. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് എ ഡാഷ് പ്രോസസ്. ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എങ്ങനെയാണ്? ടെമ്പററി ആണോ, ഷോർട്ട് പീരീഡ് ആണോ, ഡിസ്കണ്ടിന്യൂ ആണോ, ലൈഫ് ലോങ് പ്രോസസ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ലൈഫ് ലോങ്, നമ്മുടെ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വ്യത്യസ്ത കാലഘട്ടത്തിൽ എന്ത് നടക്കുന്നുണ്ട്? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? എന്താണ് സോഷ്യലൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇല്ലേ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സോഷ്യലൈസേഷൻ എന്നും. സെക്കൻഡ് വൺ ആണ് വാട്ട് ഈസ് എൻകൾച്ചുറേഷൻ. എന്താണ് എൻകൾച്ചുറേഷൻ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രധാനമായിട്ടും കുറച്ച് സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സോഷ്യലൈസേഷന് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേജുകളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഡിസ്ക്രൈബ് the different agency of socialization. സോഷ്യലൈസേഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഏജൻസികൾ ഏതൊക്കെ നമ്മൾ അവിടെ എഴുതണം. ഒരുപാട് ഏജൻസികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ലേ, 7ഓളം ഏജൻസികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏജൻസികളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഒരു അഞ്ചാമത്തെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് argument would you choose to clarify that socialization play an important role in the personality development of an individual? ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ റോൾ എന്താ, അല്ലെങ്കിൽ അതിന്റെ പങ്ക് എന്താന്ന് ഇവിടെ ചോദിച്ചിട്ടില്ല. അത് നമുക്ക് നമ്മളുടേതായ രീതിയിൽ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തിയിൽ എന്ത് കൊണ്ടുവരുന്നതിലേക്ക്, സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് കൊണ്ടുവരുന്നതിലേക്ക് എന്തുണ്ട് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ആ വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ നമ്മൾ 1 വേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും നോക്കി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് ചാപ്റ്റർ ആയിരുന്നു? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ ആയിരുന്നു. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താന്ന് നമ്മൾ നോക്കി. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ക്ലാസ് കൃത്യമായ രീതിയിൽ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.